തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിനിടയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസർമാർ രംഗത്ത് 15 ബൗൺസർമാരെയാണ് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി നിയോഗിച്ചത്. ദേവസ്വത്തിന്റെയും ക്ഷേത്രോപദേശക സമിതിയുടെയും ഒക്കെ അനുമതിയോടെയാണ് ബൗൺസർമാരെ നിയോഗിച്ചത് എന്ന് അധികൃതർ വ്യക്തമാക്കി. ആനകളുടെ കൊമ്പിൽ പിടിക്കാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഭക്തർ തിരക്ക് കൂട്ടാറുണ്ട്. പോലീസ്, സിവിൽ ഡിഫൻസ് എന്നീ വിഭാഗങ്ങൾക്കൊപ്പമാണ് ബൗൺസേഴ്സിനെ നിയോഗിച്ചത്. എന്തായാലും ക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസേഴ്സിനെ നിയോഗിച്ച നടപടിയിൽ പ്രതിഷേധവുമായി ചില വിശ്വാസികൾ രംഗത്ത് വന്നു. ഇത് ക്ഷേത്രാചാരത്തിന് വിരുദ്ധമെന്നാണ് പരാതി. ഇത് ആവശ്യമില്ല എന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ചിലർ പ്രതികരിക്കുന്നു. നടത്തുന്ന ആരാന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്നവർ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറഞ്ഞു. ഇന്നവർ തള്ളി മാറ്റപ്പെടുന്നു. പോലീസിൽ നിന്ന് റിട്ടയർഡായ ഒരു വ്യക്തിയെ ASI ആയിട്ട് റിട്ടയറായ ആൾ എന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇന്നുമാരി ഇതേപോലെ വെക്കണ ആവശ്യമില്ല, ഞങ്ങൾ ഭക്തജനങ്ങളല്ലേ, ഞങ്ങൾക്ക് അറിയാമല്ലോ, തൃപ്പൂണിത്തുറക്കാർക്ക് ഇവിടെ തൊഴാനും കാണിക്കയിടാനും ഒക്കെ ഞങ്ങൾക്കൊക്കെ അറിയണമല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ബൗൺസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അവർ വെക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടേക്കാണ് ഇതൊക്കെ വെക്കേണ്ടത് എന്നുള്ള രീതിയിൽ അതായത് ഒരുപാട് നല്ല രീതിയിലുള്ള ഭക്തജനങ്ങൾ സ്ഥിരമായിട്ട് വരുന്നവരും എല്ലാവരും ഒരുപാട് രീതിയിലുള്ള കംപ്ലൈൻറ്റുകളാണ് ഇവിടെ പറഞ്ഞത്. മഹാമോശമായിട്ട് മാത്രമല്ല, ഭയങ്കര ഹൃദയവേദന ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരുപാട് സേവനങ്ങൾ ചെയ്തിരുന്ന സേവാഭാരതി പോലെ ധാരാളം സംഘടനകൾ, സന്നദ്ധ സംഘടനകളുണ്ട് നിലവിൽ. അവരൊക്കെ തയ്യാറുമാണ്. അല്ലെങ്കിൽ തന്നെ വോളണ്ടിയേഴ്സായിട്ട് ധാരാളം യുവാക്കൾ വരാൻ തയ്യാറാണ്. അതിന് പറയാണ്ട് ഈ മാതിരിയുള്ള വേഷം കെട്ടും ഗോഷ്ഠിയായിട്ട് മാത്രമേ ഇത് കാണാൻ സാധിക്കുള്ളൂ. ഗവൺമെൻറ്റിന് നയം പോലെ തന്നെയായിട്ട് പാർട്ടിയും ഇടപെട്ടുള്ള ഒരു രീതിയായിട്ടാണ് തോന്നുന്നത്. അത് ഞങ്ങൾ കണ്ടു, ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും നാളായിട്ട് അമ്പലത്തിൽ. തൃപ്പൂണിത്തുറക്കാരിയാണ്, ഇവിടെ അടുത്തുള്ളതാണ്. ഇത്രയും കുറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തോ അതിനോട് എനിക്ക് എന്തൊക്കെ നമ്മളെന്താ അഭിപ്രായം പറയാനാ, ഞങ്ങളൊന്നും മിണ്ടിയില്ല. പക്ഷെ അത് വളരെ നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. രാഗിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗിനെ, ഇപ്പോൾ ഈ ബൗൺസേഴ്സിനെ നമ്മൾ മറ്റ് പല ഇവൻറ്റുകളിലും ഒക്കെ കാണുന്നതാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ ആൾ പറഞ്ഞത് ബൗൺസർ എന്ന ഒരു പേരായിരിക്കും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ്. അപ്പോൾ അവരെ തോളത്തൊരു കാവി തോർത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ക്ഷേത്രമായതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മറ്റു സംഘടനകളുണ്ട്, ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഭക്തരുടെ സംഘടനകളൊക്കെ ഉണ്ടാവുമല്ലോ, ക്ഷേത്ര സംരക്ഷണ സമിതിയൊക്കെ ഉണ്ട്. അതിലെ ചെറുപ്പക്കാരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ തയ്യാറുമാണ്. അപ്പോൾ ഇത് രണ്ട് ഭാഗമുണ്ട്, വേണമെങ്കിൽ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ എതിർക്കുകയും ഒക്കെ ചെയ്യാം. എന്താണ് ഒരു പൊതുവികാരം? ഇത്തരത്തിൽ ബൗൺസേഴ്സിനെ നിയോഗിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പലരും എടുത്ത് പറയുന്നത്. പ്രത്യേകിച്ചും ക്ഷേത്ര മതിൽക്കെട്ടിനകത്താണ് ഇത്തരത്തിൽ ബൗൺസേഴ്സിനെ നിയോഗിച്ചത്. അത് ഈ പറയുന്ന വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായിട്ട് ഉത്സവം നടക്കുകയാണ്. പ്രത്യേകിച്ചും വൈകിട്ടുള്ള സമയം വലിയ തിരക്കാണ്. ആ തിരക്കുള്ള സമയത്താണ് ഇത്തരത്തിൽ ബൗൺസേഴ്സ് ഉണ്ടായത്. അതിൽ സ്വാഭാവികമായിട്ടും പോലീസിന്റെ സേവനം ഉണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസിനെ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഈ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കൂടുതൽ ആളുകളെയൊക്കെ നിയോഗിക്കാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിന് പകരം ഇത്തരത്തിൽ ബൗൺസേഴ്സിനെ നിയോഗിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് വലിയൊരു ശതമാനം വിശ്വാസികളുടെയും അടക്കം നിലപാട്. പക്ഷേ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നത് അത്തരത്തിൽ അധിക സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നതുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോൾ മുറുകുന്നുണ്ട്. പക്ഷേ ഇന്ന് ക്ഷേത്ര ഉത്സവം സമാപിക്കുകയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് 15ഓളം ബൗൺസേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തുടർന്ന് ഇനി എന്തായിരിക്കും നടപടി സ്വീകരിക്കുക, ദേവസ്വം ബോർഡ് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുമോ, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ഇനി ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുമോ, ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനി നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര വിശ്വാസികളുടെ ഭാഗത്ത് നടക്കം ഉയരുന്നുണ്ട്. കാരണം ഇവിടെ തന്നെയുള്ള പല ആളുകളും അതോടൊപ്പം തന്നെ പുറത്തു നടക്കുന്ന വിശ്വാസികൾ, അവർക്കിടയിൽ ഇത്തരത്തിൽ ഒരു ബൗൺസേഴ്സിനെ ഒരു ഈവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നിയോഗിക്കുന്നത് പോലെ എന്തിനു നിയോഗിക്കണം, മറിച്ച് പോലീസ് അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളോടൊക്കെയാണെങ്കിൽ സഹകരിക്കാം എന്നതാണ് പറയുന്നത്. പക്ഷേ ആനകൾ അല്ലെങ്കിൽ ആനയുടെ കൊമ്പിൽ പിടിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ അതാണ് രാഗിൻ, പോലീസിനോട് ആവശ്യപ്പെട്ടല്ലേ, പോലീസ് ആ നിലയിൽ ഇത്തരം തിരക്കുള്ള സ്ഥലങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാനൊക്കെ പോലീസ് സേവനം ലഭിക്കാറുണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ സംഘടനകളെയും പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ ആ അമ്മയൊക്കെ പ്രതികരിക്കുന്നുണ്ടല്ലോ, നമ്മളെന്താ പറയുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആളുകൾക്കൊരു ഇത് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ടുമുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുമായിരിക്കും. എങ്കിലും ദിവിഷ, തീർച്ചയായും ആളുകൾക്ക് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ നിന്ന് പലരുടെയും പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ പലരും പറയുന്നത് അത് മോശമായി പോയി, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം പല ഈവൻറ്റുകളിലും, അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ അത്തരം പല ഈവൻറ്റുകളിലും അല്ലെങ്കിൽ പല ഇടങ്ങളിലുമൊക്കെയാണ് ഇത്തരത്തിൽ ബൗൺസേഴ്സിൻ്റെ സേവനം അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രത്യേകിച്ചും എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ അങ്ങനെ ബൗൺസേഴ്സിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതിനോട് ഭക്തർക്ക് മാനസികമായിട്ടൊന്നും യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ക്ഷേത്രാചാരത്തിന് വിരുദ്ധമാണ് എന്നതാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് അവർ പരാതിയുമായൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ
പരാതികൾ അത്തരത്തിൽ ഉയർത്തി അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളിലേക്കൊക്കെ ഹയർ അതോറിറ്റിയിലേക്കൊക്കെ പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടാണ് ബൗൺസേഴ്സിന്റെ സേവനം ഉണ്ടായത്. അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: പോലീസിന്റെ അധിക സുരക്ഷ അല്ലെങ്കിൽ പോലീസിനെ കൂടുതൽ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ വോളണ്ടിയേഴ്സിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. ഇത് അതിനപ്പുറം ഇത്തരം ഒരു ഏജൻസിയെ നിയോഗിക്കുന്നുണ്ട്. ശരി, എന്തായാലും അത് ഭക്തർക്കിടയിൽ ഒരു സ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.